നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. നമുക്കാണെങ്കിൽ ദുആ ചെയ്യാൻ മടിയാ. നമ്മളാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുആ ചെയ്യാൻ പേടിയാ, നമുക്ക് മടിയാ. അള്ളാഹുവിന്റെ മുന്നിൽ കൈയുയർത്താൻ സമയമുണ്ടോ നമുക്ക്? ഉസ്താദന്മാര് പറയും ദുആ ചെയ്യണം, ദുആ ചെയ്യണം, ദുആ ചെയ്യണം. എന്തിനാ ഉസ്താദ് ഇത്ര ദുആ ചെയ്യുന്നേ? എന്തിനാ ഉസ്താദ് ഇത്ര ദുആ ചെയ്യുന്നേ? എടാ പൊന്നാര ചങ്ങാതി, ദുആ ചെയ്താലുള്ള പ്രതിഫലം അറിയോ? നിന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടാകും. ഞാൻ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ശബ്ദം അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുണ്ടാകും. ഞാൻ ദുആ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹിനോട് പറയും, പടച്ചോനെ സിറാജ് ദുആ ചെയ്യുന്ന റബ്ബേ. ആകാശത്ത് നിൽക്കുന്ന മലക്കുകൾ, അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കും, പടച്ചവനെ സിറാജ് ദുആ ചെയ്യുന്ന റബ്ബേ, നീ അവനൊക്കെ പുറത്തു കൊടുക്ക് റബ്ബേ, അവന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്ക് റബ്ബേ എന്നും മലക്കുകൾ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ മലക്കുകൾക്ക് നമ്മുടെ ശബ്ദം പരിചയമുണ്ടാകണമെങ്കിൽ നമ്മൾ ദുആ ചെയ്യണം. നമ്മളോ പള്ളിയിലെ ഖതീബ് പാവം ജുമാ നിസ്കാരം കഴിഞ്ഞ് 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് റബ്ബേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുമ്പോ എവിടെ റോഡിൽ നിൽക്കുന്നുണ്ട്, ജുമായ്ക്ക് പോയതാ വെള്ളിയാഴ്ച. ഉസ്താദ് ദുആ ചെയ്യുമ്പോ ഇറങ്ങി ഓടുക. സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ ഓട്ടമാണല്ലോ, ഓട്ട മത്സരമാണല്ലോ. ആരാപ്പ ഇരിക്കണത്? കുറച്ചു പേര് ഇരിക്കാറില്ല, പിന്നെ ചിലരിയ്ക്കും. അവരുടെ ഇരുത്തം കണ്ടു കഴിഞ്ഞാൽ സദ്യ ഉണ്ണാനിരിക്കുന്നത് പോലെ ഇങ്ങനെ 2 കാലങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ടിരിക്കും. ഒരു കൈ നേരെ പിടിക്കുവോ? ഈ ആമീൻ ഉസ്താദിന് തന്നെ തോന്നും ഞാൻ ആർക്ക് വേണ്ടി അല്ലാഹ് ഈ ദുആ ചെയ്യണേന്ന്. കാരണം പള്ളിക്കാട്ടിൽ ഇരിക്കണ പോലെ ആമീൻ പറയുന്ന ശബ്ദം കേൾക്കാറില്ല. ചിലരുടെ കൈ പിടിച്ചിരിക്കണത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഇരിപ്പ ഇങ്ങനെ തറയിലിട്ടിരിക്കുക, ഇങ്ങനെ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നത് പോലെ. ആലിച്ചൂക്ക് സഹോദരൻ, നമ്മളെക്കാളും വലിയ മടിയന്മാർ ഈ ലോകത്തുണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ദുആ ചെയ്യണം. എന്തിനാ ഇത്ര മടി കാണിക്കാം? ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറ, ഇഖ്ലാസ് വേണ്ടേ? എടാ ദുആയ്ക്ക് ചില മര്യാദകളുണ്ട്. ചുമ്മാതെ എല്ലാരും പറയണ കാര്യമാ, ഉസ്താദെ ദുആ ചെയ്തിട്ട് സ്വീകരിക്കണില്ല. ആര് പറഞ്ഞ് സ്വീകരിക്കണില്ല എന്ന്? എടാ ആര് അള്ളാഹുവിനോട് ദുആ ചെയ്താലും 3-4 കാര്യം അള്ളാഹു അവന് കൊടുക്കാതെ വെറും കയ്യോടെ മടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇനി എത്ര വലിയ കൊള്ളാത്തവനാണെങ്കിലും, എത്ര വലിയ മോശക്കാരനാണെങ്കിലും, ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹ് വെറും കയ്യോടെ മടക്കത്തില്ല. ഒന്നുകിൽ നീ ചോദിച്ചത് അള്ളാഹു തരും, ഒന്നുകിൽ നീ ചോദിച്ചത് തന്നെ അള്ളാഹ് തരും. അതല്ലെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ നാളെ പരലോകത്തിലേക്ക് മാറ്റിവെക്കും. അതാണ് ഹദീസ് പറയുന്നത്. നാളെ പരലോകത്ത് ചില ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോ പടച്ചവൻ ഇങ്ങനെ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ചില നന്മകൾ കൊണ്ടുവന്നിടും. ഇതെന്താ ഞാൻ ചെയ്യാത്താണല്ലോ കൊണ്ടിടുന്നത്? ഇതെന്താ പടച്ചവൻ? അപ്പോഴാ പറഞ്ഞു കൊടുക്കണത്, നീ ദുനിയാവിൽ വെച്ച് ചെയ്ത